ഒരു ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ അവർക്കുള്ള കൺഫ്യൂഷൻ ആണ് ഏത് സമയത്ത് നിങ്ങൾ ട്രേഡ് എടുക്കണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ NSE അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:30 വരെയുള്ള സമയം. എല്ലാ ഇൻട്രാഡേ ട്രേഡർമാർക്കും അറിയാവുന്ന കാര്യമാണിത്. പക്ഷേ എന്നിട്ട് അവർ ലോസ് വരുത്തുന്നു. അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാവായിരുന്നുകൊണ്ടല്ല ഇത് വരുന്നത്. പക്ഷേ ആ സ്ട്രാറ്റജി ഏത് സമയത്ത് ഈ മാർക്കറ്റ് ടൈമിൽ അപ്ലൈ ചെയ്യണം, അതനുസരിച്ചാണ് ലോസ് വരുന്നത്. അപ്പൊ നമുക്ക് ഏത് സമയത്ത് ട്രേഡ് പ്ലാൻ ചെയ്യണമെന്ന് മാർക്കറ്റ് അവേഴ്സ് വെച്ച് നമുക്ക് നോക്കാം. രാവിലെ മാർക്കറ്റ് 9:15 ഓപ്പൺ ആയത് മുതൽ 9:30 വരെ ഹൈ വോളറ്റിലിറ്റി ആയിരിക്കും. തലേ ദിവസത്തെ പോസിറ്റീവ് നെഗറ്റീവ് ന്യൂസുകൾ സ്റ്റോക്കുകളിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ മൂവുകൾ ഉണ്ടാക്കുന്ന സമയം. അതേപോലെ ആ സമയത്തായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ ബിഗ് പ്ലെയേഴ്സ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. ഈ സമയത്തായിരിക്കും മിക്കവാറും റീറ്റെയിൽ ട്രേഡർമാർ ട്രാപ്പ് ആവുന്നത്. കാരണം ഒരു ബ്രേക്ക് ഔട്ടും ബ്രേക്ക് ഡൗണും ഒക്കെ ഫെയിൽ ആവുന്നത് ഈ സമയത്താണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ സമയം ഒഴിവാക്കുക, എന്നിട്ട് ഈ സമയം ഒബ്സർവ് ചെയ്യുക. അടുത്ത ഒരു 9:30 മുതൽ 10:30 വരെയുള്ള സമയത്തായിരിക്കും പല സ്റ്റോക്കുകളും ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഡയറക്ഷൻ മനസ്സിലാവും. മാർക്കറ്റ് ഒരു ഹൈയും ലോവും ഓൾറെഡി വന്നു കാണും. ഈ സമയങ്ങളിലായിരിക്കും സ്മാർട്ട് മണി കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അവർക്ക് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഈ സമയത്ത് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രാഡേ ട്രേഡ് സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ടൈം ഇതായിരിക്കും. പിന്നെ വരുന്ന 10:30 മുതൽ 1:30 വരെയുള്ള ടൈം ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും. പിന്നീട് 2 മുതൽ 3:15 വരെയുള്ള സമയത്ത് മറ്റു ഗ്ലോബൽ മാർക്കറ്റുകൾ ഓപ്പൺ ആവുന്നതുകൂടി ചിലപ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ കാണപ്പെട്ടേക്കാം. അപ്പോൾ ഇൻട്രാഡേക്ക് ഏറ്റവും നല്ലൊരു എൻട്രി വരുന്നത് ഏകദേശം 9:30 മുതൽ 10:30 വരെയുള്ള സമയങ്ങളിലാവാം. പക്ഷേ ഈ സമയത്ത് എടുക്കുന്ന ഏതൊരു സ്റ്റോക്കുകളിലും ആ സമയത്ത് സ്മാർട്ട് മണി ആക്റ്റീവ് ആവണം എന്നില്ല. പക്ഷേ സ്മാർട്ട് മണിയുടെ പാർട്ടിസിപ്പേഷൻ കണ്ടെത്തുന്നത് വഴി നമുക്ക് ഒരു റോങ് ട്രേഡ് ഒഴിവാക്കാം. നമുക്കത് SMC Pro ഇൻഡിക്കേറ്റർ വഴി ഈസിയായി മനസ്സിലാക്കാം. നമ്മുടെ മുൻപുള്ള വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് മണി ഇൻഡിക്കേറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡീറ്റെയിൽസ് എന്ന് കമന്റ് ഇട്ടോ. ഞാൻ ആ ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അയച്ചുതരാം.